കൊല്ലത്ത് ദിവസങ്ങൾക്ക് മുൻപ് അപകടം പറ്റി ശസ്ത്രക്രിയ നടത്തിയ തെരുവ് നായ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ജില്ലാ മൃഗാശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് ദുരിതത്തിന് കാരണമെന്ന് രക്ഷപ്പെടുത്തിയ യുവാക്കൾ പറഞ്ഞു. സ്വകാര്യ മൃഗാശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ നട്ടെല്ലിന് പൊട്ടലുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് അന്വേഷണം നടത്തണമെന്നും യുവാക്കൾ ആവശ്യപ്പെടുന്നു. ജനുവരി 2 അർദ്ധരാത്രിയോടെയാണ് ഈ കൊല്ലത്ത് തന്നെ നായേഴ്സ് ആശുപത്രിക്ക് സമീപത്ത് വെച്ച് നായയ്ക്ക് ഒരു വാഹനം ഇടിക്കുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. അവിടെ നിന്നും അവിടിന് സമീപത്തായി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയൊപ്പം തന്നെ 4 ചെറുപ്പക്കാരും ചേർന്ന് ജില്ലാ മൃഗാശുപത്രിയിൽ എത്തിക്കുകയും അവിടെ പിറ്റേ ദിവസം ശസ്ത്രക്രിയ ഉൾപ്പെടെ പൂർത്തിയാക്കുകയും ചെയ്ത് കാലിൽ ഒരു ഫ്രാക്ചർ ഉണ്ട് എന്നുള്ളതായിരുന്നു ആദ്യത്തെ കണ്ടെത്തൽ. പക്ഷേ തുടർന്ന് അതിന്റെ ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് കൊല്ലത്ത് തന്നെ കൊയിലോൺ പെറ്റ് സെന്റർ എന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരിക. അവിടെയാണ് വീണ്ടും ഒരു ഫ്രാക്ചർ ഉണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ഡോക്ടർ തന്നെ ചേരുകയാണ്. അപ്പോൾ ആദ്യത്തെ ഇതിൽ കണ്ടെത്തിയിൽ എന്താണ് നിലവിൽ ആ ഒരു ഡോഗിന്റെ ഒരു അവസ്ഥ? ഇപ്പം ആള് റിക്കമെൻഡ് ആണ്. ആൾക്ക് 4 ലിംബിൽ ഫ്രാക്ചർ ഉണ്ട്, റേഡിയസ് അൾന വെർട്ടിബിൾ കോളത്തിലും ഫ്രാക്ചർ ഉണ്ട്. നോക്കിയപ്പം റിഫ്ലക്സസ് ഒന്നും ഇല്ല. ഇനി ട്രീറ്റ്മെന്റിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളത് നോക്കിയിട്ടേ ബാക്കി പറയാനായിട്ട് പറ്റുള്ളൂ. 4 ലിംബിൽ ഒന്നും കൂടെ പിന്നെ റിമൂവ് ചെയ്ത് പുതിയ പിന്നിടേണ്ടി വരും. കാരണം പിന്നെ വളഞ്ഞു പോയിട്ടുള്ളത് കാരണം. നട്ടെല്ലിന്റെ പ്രശ്നവും സർജറി തന്നെ വേണ്ടി വരും. നട്ടെല്ലിന്റെ നമുക്കത് നോക്കിയിട്ടേ ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്യൂറബിൾ ആണോ ഈ ഒരു കണ്ടീഷനിൽ? എന്താ തോന്നുന്നത്? ഇപ്പോഴത്തെ സ്റ്റേജിലൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും 2 to 3 ഡേയ്സ് ട്രീറ്റ്മെന്റ് പോയിട്ട് എന്താന്നുള്ളത് സീനിയർ സർജൻസിലൊക്കെ വന്നിട്ട് ഡിസൈഡ് ചെയ്യും. ഈ നായയെ ആശുപത്രിയിലേക്ക് എത്തിച്ച് ഒരു രാത്രി മുഴുവൻ അതിന് കാവലിരുന്ന യുവാക്കളുണ്ട്. അവർ തന്നെ ചേരുകയാണ്. നിങ്ങളുടെ ഒരു വലിയ അധ്വാനം വേസ്റ്റ് ആയി തോന്നലുണ്ടോ? പിന്നെ നമ്മളെ സേഫ് ആയെന്നുള്ള രീതിയിൽ ഇരുന്നതാണ്. പിന്നെ വീണ്ടും നമുക്കത് വിഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മറ്റേ ഫൈസൽ എന്ന പുള്ളിക്കാരനെ ഏൽപ്പിച്ചപ്പോൾ നമ്മൾ വിചാരിച്ച് പുള്ളിക്കാരൻ നല്ല രീതിയിൽ കൊണ്ടുപോകും നോക്കുമെന്നുള്ള സേഫ് ഇതായിട്ടിരുന്നയാ. പുള്ളിക്കാരോട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴാണ് നമ്മുടെ അവിടുത്തെ ഹോസ്പിറ്റലുകാർ കാണിച്ച അനാസ്ഥയെല്ലാം മനസ്സിലായത്. സർജനൊന്നും ഇല്ലാതെ ചെയ്തതിന്റെ ഒരു പ്രശ്നമായിരിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്താണ്? തീർച്ചയായും. അല്ലെങ്കിൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർമാർ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു അനാസ്ഥ വരുത്തില്ല. ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ ആ ഡോക്ടർ ഉടനെ കാര്യങ്ങൾ കണ്ടെത്തുകയും അത് നമ്മളെ അറിയിക്കുകയും ചെയ്യുന്നുള്ളതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ. നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ നട്ടല് 2 പൊട്ടല്, അതിന്റെ ആ ചെയ്ത ഓപ്പറേഷൻ ചെയ്ത കമ്പി പൊത്ത് വെളിയുന്ന അവസ്ഥ. അപ്പം അവിടെ ഒരു ഡോക്ടറിന്റെ ഒരു അനാസ്ഥ തന്നെ എടുത്ത് ചൂണ്ടി കാണിക്കണം. അവിടെ ഉള്ള ഒരു ആംബുലൻസ് ഡ്രൈവറെയും പിന്നെ മറ്റു വേറെ ആരെയും ചേർത്താണ് ഇവര് ചെയ്തത്. ഒരു തെരുവുനായ ആയതുകൊണ്ടാണോ അവരിങ്ങനെ ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇൻ കേസ് പൈസയൊക്കെ അടച്ചതാണല്ലോ അനിലേട്ടൻ, ഈ 4000-ഓളം രൂപ അടച്ചല്ലേ ഇതെല്ലാം? തീർച്ചയായും അനിലേട്ടൻ പുള്ളിക്കാരൻ വേറെ ഒന്നും നോക്കാതെ തന്നെ അതിനുവേണ്ടി 14,000 രൂപ ചെലവാക്കിയിട്ടാണ് ഇവർ ഈ കാര്യം കാണിച്ചതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പരാതിയായിട്ട് വല്ലതും പോകുന്നുണ്ടോ മൃഗസംരക്ഷണ വകുപ്പിലോ? അങ്ങനെ തീർച്ചയായിട്ടും മൃഗസംരക്ഷണ വകുപ്പ് ഈ പരാതി കൊടുക്കും. ഇപ്പൊ ഇതിങ്ങനെ നമ്മൾ ആരെങ്കിലൊക്കെ ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇനിയും ഇതിങ്ങനെയൊക്കെ തന്നെ വരുത്തുള്ളൂ. ഇപ്പൊ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ആയിട്ട് തന്നെ പോകാനാ നമ്മളെ പ്ലാൻ. കൊല്ലത്ത് നിന്ന് ബിജു മടവൂരിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.